അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി, പരിപ്പെടുക്കുമെന്ന് പറഞ്ഞു വന്നവരെ അടിച്ചൊതുക്കിയ പ്രസ്ഥാനം. തെലങ്കാന മുഖ്യമന്ത്രിയുടെ പോമോനെ വിജയ പരാമർശവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡാഷ്മോനെ രേവന്ത് എന്ന മറുപടിയുമൊക്കെ വലിയ വിവാദമാവുകയാണ്. മുഖ്യമന്ത്രിയെ അപമാനിച്ച രേവന്ത് റെഡ്ഡിക്കെതിരെ CPM അണികളും ഒപ്പം തന്നെ പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസും ഒക്കെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിണറായി എന്നല്ല, ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ അഭിസംബോധന ചെയ്താൽ രേവന്ത് റെഡ്ഡിയുടെ പരിപ്പ് ഞങ്ങൾ എടുക്കുമെന്നാണ് CPM നേതാവായിട്ടുള്ള MP നികേഷ് കുമാർ പ്രതികരിച്ചത്. എന്നാൽ നികേഷിന് ചുട്ട മറുപടിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ദീപ്തി മേരി വർഗീസ്. ആ ദീപ്തി മേരി വർഗീസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വീഡിയോയ്ക്ക് ആധാരം എന്ന് പറയുന്നത്. കാരണം ഇത്രയും കൃത്യമായിട്ട് മറുപടി കൊടുക്കുവാൻ ദീപ്തി മേരി വർഗീസ് കാണിച്ച ആ ഒരു ധൈര്യത്തെ അംഗീകരിക്കുന്നു. രേവന്ത് റെഡ്ഡിയുടെ പരിപ്പെടുക്കാൻ അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നികേഷ് കുമാർ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ദീപ്തിയുടെ മറുപടിയായി അതിനകത്ത് വരുന്നത്. അപ്പോൾ തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ MP നികേഷ് കുമാറിനോടാണ് CPM പരിപ്പെടുക്കുമെന്ന് പറഞ്ഞ ഒരു നേതാവ് ഉണ്ടായിരുന്നുവെന്നും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമെന്നും പറഞ്ഞു വരുമ്പോൾ നികേഷ് കുമാറിന്റെ പിതാവായിട്ട് വരുമെന്നും പറയുകയാണ് ദീപ്തി. സാക്ഷാൽ MP രാഘവൻ അദ്ദേഹത്തിന്റെ പരിപ്പെടുക്കാൻ CPM ശ്രമിച്ച കാലത്ത് സംരക്ഷിച്ചുകൊണ്ട്, ജീവൻ രക്ഷിച്ചുകൊണ്ട് MLA-യും മന്ത്രിയുമാക്കിയ പ്രസ്ഥാനത്തിന്റെ പേര് കോൺഗ്രസ് എന്നാണ്. അന്ന് CPM-നെ കൊണ്ട് എടുക്കാൻ കഴിയാത്ത പരിപ്പൊന്നും അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നികേഷ് കുമാർ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല. തരത്തിൽ പോയി കളിക്ക് നികേഷെ എന്ന് പറഞ്ഞ് ദീപ്തി മേരി വർഗീസ് തന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കുറിച്ചിരുന്നു.